CPIM വയനാട് ജില്ലാ സമ്മേളനത്തിനിടെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. വിജയരാഘവനെ വിളിക്കേണ്ടത് വർഗീയ രാഘവൻ എന്നാണ്. RSSകാർ പോലും പറയാത്ത വാക്കുകളാണ് വിജയരാഘവൻ പറഞ്ഞതെന്നും 4 വോട്ടിനു വേണ്ടി വൃത്തികെട്ട കളി കളിക്കുകയാണെന്നും KM ഷാജി കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്നായിരുന്നു എ വിജയരാഘവന്റെ ആരോപണം. വേറൊരു ശുചായിണ്ട്, ആ വായ തുറന്നാ തന്നെ വർഗീയതയല്ലാതെ മറ്റൊന്ന് പറയാൻ അറിയാത്ത വിജയരാഘവൻ. അവനെ വിളിക്കേണ്ടത് വിജയരാഘവൻ എന്നല്ല, വർഗീയ രാഘവൻ എന്നാണ്. ആ വിജയരാഘവന്റെ പുതിയ പ്രസംഗം അറിയോങ്ങള് എന്താ പറയുന്നത് അറിയോങ്ങള്? രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചത്, പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് ഈ രാജ്യത്തിലെ വർഗീയവാദികളാണ്, ന്യൂനപക്ഷത്തിന്റെ പേര് പറയുന്ന വർഗീയവാദികളാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. എന്തുമാത്രം വലിയ തെമ്മാടിത്തരമാണ്. അങ്ങനെയാണ് ഇത് പറയേണ്ടത്. എടോ വർഗീയ രാഘവ, നീ ചെയ്യാൻ ശ്രമിക്കുന്നത് RSS പോലും പറയാത്ത വാക്കാണ്. നിങ്ങൾക്ക് മുസ്ലിം ലീഗ് ആ പ്രശ്നം. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് മുബഷിർ. ഇപ്പോൾ KM ഷാജി കൃത്യമായ മറുപടി എ വിജയരാഘവന് നൽകുകയാണ്. CPIMന്റെ ഉന്നത ബോഡിയായ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായ ഒരാളാണ് ഈ വാക്കുകൾ പറഞ്ഞത് എന്നതുകൂടി അത്രയേറെ ഗൗരവത്തോടെ ആ പരാമർശങ്ങളെ നോക്കിക്കാണാൻ ലീഗിനെ പ്രേരിപ്പിക്കുകയാണോ? ഗുഡ് മോർണിംഗ് സുജയ പാർവതി. തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. CPIM പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസമായിരുന്നു വയനാട്ടെ ഒരു പരിപാടിയിൽ വെച്ച് ഇത്തരമൊരു വിമർശനം നടത്തുന്നത്. വിവാദ പ്രസ്താവനയായത് മാറി. നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഉൾപ്പെടെ വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടുകൂടിയാണ്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലൊക്കെ തന്നെ ഈ ഒരു വിഭാഗത്തെ കണ്ടിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള മുൻ MLA KM ഷാജി രംഗത്ത് വന്നിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിലായിരുന്നു KM ഷാജിയുടെ ഈ ഒരു വിഷയത്തിലുള്ള മറുപടി എന്നുള്ളതാണ്. വിജയരാഘവനെ വിളിക്കേണ്ടത് വർഗീയ രാഘവനാണ് എന്നുള്ളതാണ് KM ഷാജി പറഞ്ഞു വെക്കുന്നത്. ഒരു തരത്തിൽ അദ്ദേഹത്തിനെ വ്യക്തിപരമായി തന്നെ വിമർശിക്കുന്ന രീതിയിലേക്ക് KM ഷാജിയുടെ മറുപടി മാറുന്നു എന്നുള്ളതാണ്. തെമ്മാടിത്തരമാണ് വിജയരാഘവൻ പറഞ്ഞതെന്ന് KM ഷാജി സൂചിപ്പിക്കുന്നുണ്ട്. RSS പോലും പറയാത്ത വാക്കുകളാണ് വിജയരാഘവൻ്റെത് എന്നുള്ളതാണ് KM ഷാജി പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് ജീവിക്കുന്ന കേരളത്തിൽ ഈ വിധത്തിൽ തുടർച്ചയായി CPIMന്റെ നേതാക്കൾ വർഗീയ പ്രചാരണം പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഷാജിയുടെ വിമർശനം. 4 വോട്ടുകൾക്ക് വേണ്ടി വൃത്തികെട്ട കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാലക്കാട്ട് പരാജയപ്പെട്ടു, വയനാട്ട് പരാജയപ്പെട്ടു, ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പരാജയപ്പെടും. അത് കാണിച്ചു കൊടുക്കുമെന്നുള്ളതാണ് KM ഷാജി പറഞ്ഞു വെക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനുള്ള മറുപടി കൊടുക്കും. കൂടാതെ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിജയരാഘവനെതിരായ വിമർശനം KM ഷാജി തൊടുത്തുവിടുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തന്നെ പരസ്യമായി പ്രതികരണവുമായി വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ ഇത്തരമൊരു രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു KM ഷാജി മറുപടിയുമായി രംഗത്ത് വന്നിരുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൽ നിന്നുള്ള ആദ്യ പ്രതികരണമാണ് KM ഷാജിയുടേത് ഈ വിജയരാഘവന്റെ വിവാദ പ്രസ്താവനയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട്ടെ ഒരു പരിപാടിയിൽ വെച്ചാണ് KM ഷാജി ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. നേരത്തെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായ സമയത്തും KM ഷാജി തന്നെ വിജയരാഘവനെതിരെ പരോക്ഷവും പ്രത്യക്ഷവുമായിട്ടുള്ള മറുപടികളുമായി രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നേരത്തെയൊന്നും നടത്താത്ത രീതിയിലുള്ള രൂക്ഷമായ ഭാഷയിലുള്ള മറുപടിയിലേക്ക് KM ഷാജി കടന്നിരിക്കുന്നു. അത് അത്രത്തോളം മുസ്ലിം ലീഗിലും വലിയ അണികളിൽ വലിയ പ്രതിഷേധമുണ്ടാക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് KM ഷാജി ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വർഗീയ രാഘവൻ എന്നാണ് എ വിജയരാഘവനെ വിശേഷിപ്പിക്കേണ്ടതെന്നൊക്കെ തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ ആ പരാമർശം അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചർച്ചയായിട്ടുണ്ടെന്നതിന്റെ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കൾ, മുതിർന്ന നേതാക്കളൊന്നും തന്നെ നിലവിൽ വിജയരാഘവന്റെ പ്രസ്താവനയിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് ഒരു പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ KM ഷാജിയുടെ മറുപടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നേരത്തെ വിജയരാഘവന്റെ ഒരു പ്രസ്താവന വിവാദമായി അത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം വയനാട്ടിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മുസ്ലിം ലീഗിന്റെ ഉന്നത ബോഡിക്ക് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്താണ് ഈ ഒരു പ്രസ്താവനയിൽ പറയാനുള്ളത് എന്നുള്ളതാണ് കാണേണ്ടത്. സുജയ പാർവതി. ഓക്കെ, മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. എ വിജയരാഘവനെ വിളിക്കേണ്ടത് വർഗീയ രാഘവൻ എന്നാണ് KM ഷാജി തുറന്നടിച്ചിരിക്കുന്നത്. ഇതിൽ എ വിജയരാഘവന്റെ പ്രതികരണം എന്താണ്? പ്രസംഗത്തിൽ അദ്ദേഹം അങ്ങ് പറഞ്ഞു പോയതാണോ? എന്താണ് ഒരു വിശദീകരണമായി അദ്ദേഹത്തിന് പറയാനുള്ളത്? അത് നമുക്ക് അറിയണം. അതോടൊപ്പം കൂടുതൽ CPIM നേതാക്കൾ, ലീഗ്, കോൺഗ്രസ് നേതാക്കൾ ഒക്കെ ഈ വിഷയത്തിൽ സമാന നിലപാടാണോ അതോ അതിനെ തുറന്നെതിർക്കുകയാണോ? അതും അറിയാൻ നമുക്ക് കാത്തിരിക്കാം.